എല്ലാവർക്കും സ്വാഗതം. കെമിസ്ട്രി പ്രാക്ടിക്കലിലെ സോൾട്ട് അനാലിസിസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സോൾട്ട് അനാലിസിസിലെ 5 സ്റ്റെപ്പുകളെ പറ്റിയാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പായ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനയോൺ അത് കഴിഞ്ഞ ദിവസം പഠിച്ചു. കൺഫർമേറ്ററി ടെസ്റ്റ് ഓഫ് ആനയോൺ നെഗറ്റീവ് അയോൺ അത് കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇനി ബാക്കി അവശേഷിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും സ്റ്റെപ്പുകളെ പറ്റി സംസാരിക്കണം. സോൾട്ട് അനാലിസിസിൽ വരുന്ന ബാക്കിയുള്ള 3 സ്റ്റെപ്പുകളെ പറ്റി സംസാരിക്കണം. അപ്പൊ അതില് ഇന്ന് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കാറ്റയോൺസിന്റെ അനാലിസിസ് ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സോൾട്ട് കണ്ടു കഴിഞ്ഞു. ഒരു സോൾട്ട് എന്ന് വെച്ചാൽ ഒരു കാറ്റയോണും ഒരു ആനയോണും ചേർന്നതാണ്. അതിലെ ആനയോൺസ് ഇതിന്റെ പകുതി സോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. കാരണം ആനയോണിന്റെ അനാലിസിസിന് വേണ്ടി അത് എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി അവശേഷിക്കുന്ന ബാക്കി സോൾട്ട് ഉപയോഗിച്ച് കാറ്റയോണിന്റെ അനാലിസിസ് ചെയ്ത് പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി കാറ്റയോണിന്റെ അനാലിസിസ് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ ആദ്യം സോൾട്ട് അല്പം എടുക്കുക, അതിലേക്ക് ലേശം വെള്ളം ഒഴിക്കുക, ഇതുവരെ വെള്ളം ഒഴിക്കുക, നല്ലവണ്ണം ഷേക്ക് ചെയ്ത് സാൾട്ട് സൊല്യൂഷൻ ആക്കി മാറ്റുക. എന്നിട്ട് കാറ്റയോൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒഴിക്കേണ്ട റിയേജന്റ് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ്. അപ്പൊ സോഡിയം കാർബണേറ്റ് ഒഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് 0 ഗ്രൂപ്പിലെ അമോണിയമാണ് ഉള്ളതെങ്കിൽ അവിടെ അമോണിയം കാർബണേറ്റ് ഫോം ചെയ്യും. ആ അമോണിയം കാർബണേറ്റിന്റെ പ്രത്യേകത അത് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്, വാട്ടർ സോല്യൂബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ഓക്കെ, വാട്ടർ ഇൻസോല്യൂബിൾ അല്ല, പകരം വാട്ടർ സോല്യൂബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പൊ അമോണിയം കാർബണേറ്റ് മാത്രമാണ് അവിടെ വാട്ടർ സോല്യൂബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമോണിയം ആണെങ്കിൽ അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റും ഉണ്ടാവില്ല, കാരണം അത് സോല്യൂബിൾ ആണ്. അതേസമയം ബാക്കിയുള്ള കാറ്റയോൺസ് ആയ ലെഡ് ആയാലും കോപ്പർ ആയാലും ഒക്കെ ഉണ്ടാവുന്ന കാർബണേറ്റിന്റെ പ്രത്യേകത അത് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി ഏത് കാറ്റയോൺസ് ആണെങ്കിലും അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കാണും. പക്ഷെ അതേസമയം പ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം അവശിഷ്ടം. അതേസമയം അമോണിയത്തിന്റെ കാറ്റയോൺ ആണ് ഉള്ളതെങ്കിൽ അത് അമോണിയം കാർബണേറ്റ് ആയി മാറുന്നുണ്ട്, അത് വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അത് വാട്ടർ സോല്യൂബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമോണിയം ആണെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല എന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ് ഇതാണ്. സാൾട്ട് സൊല്യൂഷന്റെ കൂടെ ഒഴിച്ചത് സോഡിയം കാർബണേറ്റ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് അമോണിയം കാർബണേറ്റ് ആണ്. ഒഴിച്ചത് സോഡിയം കാർബണേറ്റ്, അവിടെ ഉണ്ടാവുന്നത് അമോണിയം കാർബണേറ്റ് ആണ്. ആ അമോണിയം കാർബണേറ്റ് ആണെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ആബ്സെൻസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ നിങ്ങൾ പറയണം പ്രസൻസ് ഓഫ് 0 ഗ്രൂപ്പ് അമോണിയം. അപ്പൊ അവിടെ പ്രസിപ്പിറ്റേറ്റ് വന്നില്ല എങ്കിലാണ് അവിടെ അമോണിയം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതേസമയം അവിടെ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ അമോണിയം അല്ല, പകരം താഴെയുള്ള ഏതെങ്കിലും ഒരു കാറ്റയോൺ ആയിരിക്കും പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നതെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പൊ എങ്കിൽ അടുത്ത ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതുപോലെ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക. അതിന്റെ കൂടെ സാൾട്ട് സൊല്യൂഷന്റെ കൂടെ ഡൈലൂട്ട് HCl ചേർക്കുക. അപ്പൊ അവിടെ ലെഡ് ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ ലെഡ് ക്ലോറൈഡിന്റെ പ്രത്യേകത അത് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഓക്കെ, എങ്കിൽ പറയണം പ്രസൻസ് ഓഫ് ലെഡ് ആണെന്ന് പറയാം. ഇനി അടുത്ത കോപ്പർ സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പർ ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അവിടെ ഉപയോഗിക്കേണ്ട റിയേജന്റ് സാൾട്ട് സൊല്യൂഷന്റെ കൂടെ ഡൈലൂട്ട് HCl കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസും കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കോപ്പർ ഉണ്ടെങ്കിൽ കോപ്പറിന്റെ സൾഫൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ കോപ്പർ സൾഫൈഡിന്റെ പ്രത്യേകത ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ്, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ഇനി തേർഡ് ഗ്രൂപ്പ് അലുമിനിയം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ സാൾട്ട് സൊല്യൂഷന്റെ കൂടെ അവിടെ അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേർക്കുക. സോഡിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും അല്ല, ഓർത്തോണം, അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേർക്കുന്ന സമയത്ത് അവിടെ വൈറ്റ് ജെലാറ്റിനസ് എന്ന് വെച്ചാൽ ഒരുമാതിരി ജെല്ല് പോലെ കിടക്കുന്ന പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്താൽ നിങ്ങൾക്ക് പറയാം പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ് അലുമിനിയം എന്ന് അവിടെ പറയാം. ഓക്കെ,
അതേസമയം ഫോർത്ത് ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെ സാൾട്ട് സൊല്യൂഷന്റെ കൂടെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡും പിന്നെ നേരത്തെ ഇവിടെ ഉപയോഗിച്ച ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസും പാസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അവിടെ ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് പ്രസന്റ് ആണെന്ന് പറയണം. അതേസമയം പിങ്ക് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അവിടെ ഫോർത്ത് ഗ്രൂപ്പ് മാംഗനീസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം കാൽസ്യം എങ്ങനെ ചെയ്യാം? അതിനുവേണ്ടി സാൾട്ട് സൊല്യൂഷൻ, അതിന്റെ കൂടെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് പിന്നെ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അവിടെ ഫിഫ്ത്ത് ഗ്രൂപ്പ് ബേരിയം അല്ലെങ്കിൽ കാൽസ്യം, രണ്ടുപേർക്കും ഒരേപോലത്തെ റിസൾട്ട് ആണ്. ബേരിയം ആയാലും കാൽസ്യം ആയാലും ഇവിടെ ഇതേ റിസൾട്ട് കിട്ടുമെന്ന് ഓർത്തോണം. ഇനി സിക്സ്ത് ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സാൾട്ട് സൊല്യൂഷന്റെ കൂടെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് പിന്നെ Na എന്ന് വെച്ചാൽ നമുക്കറിയാം സോഡിയം, Na2 ഡൈസോഡിയം H ഹൈഡ്രജൻ, അപ്പോൾ ഡൈസോഡിയം ഹൈഡ്രജൻ PO4 ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന ഒരു റിയേജന്റ്. ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, അതിന്റെ ഫോർമുല Na2HPO4 എന്നറിയപ്പെടുന്ന റിയേജന്റ് ചേർക്കുക. ആ സമയത്ത് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് വന്ന് തന്നിരിക്കുന്നത് സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രൂപ്പും ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജന്റ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. സീറോ ഗ്രൂപ്പ് കാറ്റയോൺ ആയ അമോണിയത്തിന് സോഡിയം കാർബണേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത അവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവിടെ പ്രസിപ്പിറ്റേറ്റ് ഒന്നും വന്നില്ലെങ്കിൽ, അത് ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് കിടന്നാലാണ് നമ്മൾ അവിടെ സീറോ ഗ്രൂപ്പ് അമോണിയം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പിനും ഡൈലൂട്ട് HCl ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ ഡൈലൂട്ട് HCl മാത്രം ഒഴിക്കുക. സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിക്കാൻ വേണ്ടി ഡൈലൂട്ട് HClന്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് കൂടെ പാസ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഇവിടെ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. ഇനി ബാക്കിയുള്ള തേർഡ് ഗ്രൂപ്പ് ആയാലും ഫോർത്ത് ഗ്രൂപ്പ് ആയാലും ഫിഫ്ത്തിനും സിക്സ്ത്തിനും അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും കോമൺ ആണ്, എല്ലായിടത്തും ഉണ്ട്. അതിൽ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് മാത്രം ഒഴിക്കുന്ന സമയത്ത് വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അവിടെ തേർഡ് ഗ്രൂപ്പ് അലുമിനിയം ആണ്. അതേസമയം അതിന്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ സിങ്കും, പിങ്ക് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ മാംഗനീസും ആണ്. അതേസമയം അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ അമോണിയം കാർബണേറ്റ്, നേരത്തെ ഇവിടെ നമ്മൾ സോഡിയം കാർബണേറ്റ് ആണ് പറഞ്ഞത്, ഇവിടെ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് ആണ്. അതേസമയം അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അവിടെ സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യം ആണ്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ ഓരോ ഗ്രൂപ്പിലും എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ റിയേജൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ 5 സ്റ്റെപ്പില് 3 സ്റ്റെപ്പിലെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനിയോൺ എങ്ങനെ പഠിക്കാം, കൺഫർമേറ്റ് ടെസ്റ്റ് ഓഫ് ആനിയോൺ എങ്ങനെ പഠിക്കാം, പിന്നെ ഇപ്പൊ മനസ്സിലാക്കിയത് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കാറ്റയോണിന്റെ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് വേണ്ടത് തേർഡ് ഗ്രൂപ്പിന് വേണം, ഫോർത്ത് ഗ്രൂപ്പിന് വേണം, ഫിഫ്ത്ത് ഗ്രൂപ്പിന് വേണം, സിക്സ്ത് ഗ്രൂപ്പിന് വേണം. അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് മാത്രം വേണ്ടത് തേർഡ് ഗ്രൂപ്പിനാണ്. അതേസമയം കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് വേണ്ടത് ഫോർത്ത് ഗ്രൂപ്പിനാണ്. അതേസമയം കൂടെ അമോണിയം കാർബണേറ്റ് വേണ്ടത് ഫിഫ്ത്ത് ഗ്രൂപ്പിനാണ്. അതേസമയം ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് വേണ്ടത് സിക്സ്ത് ഗ്രൂപ്പിനാണ്. ഇനി തേർഡ് ഗ്രൂപ്പ് അലുമിനിയത്തിന്റെ ഒബ്സർവേഷൻ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയണം. സിക്സ്ത് ഗ്രൂപ്പ് മഗ്നീഷ്യത്തിനാണെങ്കിൽ അത് വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയണം. ഇനി ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും രണ്ട് ചെയ്യാൻ വേണ്ടി ഡൈലൂട്ട് HCl ഉപയോഗിക്കുക. ഡൈലൂട്ട് HCl മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ് ആണ്. അതേസമയം കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് വരുന്നത് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പർ ആണ്. സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രസിപ്പിറ്റേറ്റ് ഇല്ലാതെ വരുന്നത് തേർഡ് ഗ്രൂപ്പ് അമോണിയത്തിനാണ്. ഇനി ഹൈഡ്രജൻ സൾഫൈഡ് ഉപയോഗിക്കേണ്ടത് നമ്മൾ കാണുന്നു, സെക്കൻഡ് ഗ്രൂപ്പിൽ ഹൈഡ്രജൻ സൾഫൈഡ് വേണം, അതുപോലെ തന്നെ ഫോർത്ത് ഗ്രൂപ്പിലും ഹൈഡ്രജൻ സൾഫൈഡ് വേണം. അങ്ങനെ 3 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നാലാമത്തത് ഐഡന്റിഫിക്കേഷൻ കൺഫർമേറ്റീവ് ടെസ്റ്റുകളെ പറ്റിയാണ് പറയേണ്ടത്, കാറ്റയോണുകളുടെ. കാറ്റയോൺസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അവിടെ സാധാരണ സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പർ അനാലിസിന് തരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൺഫർമേറ്റ് ടെസ്റ്റുകൾ അവിടെ നമുക്ക് കോപ്പറിന്റെ പഠിക്കേണ്ട കാര്യമില്ല.
അതുപോലെ തന്നെ ഫോർത്ത് ഗ്രൂപ്പിൽ മാംഗനീസും തരാറില്ല. അപ്പൊ അവർ രണ്ടുപേരുടെയും കൺഫർമഡ് ടെസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും കൺഫർമഡ് ടെസ്റ്റുകളും പഠിക്കണം. അപ്പൊ ഇനി ഈ കാറ്റയോൺസിന്റെ കൺഫർമഡ് ടെസ്റ്റുകൾ വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ പഠിക്കാൻ വളരെ ഈസിയാണ്. പിന്നെ കാരണം ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതിൽ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആഷ് ടെസ്റ്റ് ആണ്. ആഷ് ടെസ്റ്റ്. ആഷ് ടെസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതായത് കാറ്റയോണുകളുടെ കൺഫർമഡ് ടെസ്റ്റുകളുടെ പൊതുവായി വരുന്ന ഒരു ടെസ്റ്റാണ് ആഷ് ടെസ്റ്റ്. ആഷ് ടെസ്റ്റ് കൺഫർമഡ് ടെസ്റ്റ് ആയിട്ട് വരുന്നത് ഒന്ന് അലുമിനിയത്തിന് വരാറുണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് ഗ്രൂപ്പ് സിങ്കിന്റെ കൺഫർമഡ് ടെസ്റ്റും ആഷ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ സിക്സ്ത് ഗ്രൂപ്പ് മെഗ്നീഷ്യത്തിന്റെ കൺഫർമഡ് ടെസ്റ്റും ആഷ് ടെസ്റ്റ് ആണ്. അപ്പൊ മൂന്ന് പേർക്കും കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ പഠിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് പഠിച്ചാൽ മതി. ആഷ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന സോൾട്ട് ഇടുക. സോൾട്ട് ഇട്ടു, വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. സോൾട്ട് ഇട്ടു, കൂടെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. അപ്പൊ ഇതുവരെ നമ്മൾ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ആനയോന്റെ കൺഫർമഡ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഡൈലൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും. ഇവിടെ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് അല്പം ഒഴിക്കുക. ഒഴിച്ചു. അപ്പോൾ ആഷ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സാധാരണ സോൾട്ട് ഇട്ടു, വെള്ളം ഒഴിക്കേണ്ട, കൂടെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് അല്പം ഒഴിച്ചു. ഇതുവരെ ആയി. പിന്നെ കൂടെ ഒരു പുതിയ റിയേജന്റ് കൊബാൾട്ട് നൈട്രേറ്റ്. കൊബാൾട്ട് നൈട്രേറ്റ്. അപ്പൊ എല്ലാം കൂടെ ഒഴിക്കുന്ന സമയത്ത് ഇതുവരെ വരാവൂ. ഇതുവരെ ഈ അളവ് വരെ വരാവൂ. നിറച്ചൊഴിച്ച് വെക്കരുത്. ഇതുവരെ വരാവൂ. ഓക്കെ. ആഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഷ് ടെസ്റ്റ് കോമൺ ആയിട്ട് കൺഫർമഡ് ടെസ്റ്റ് ആയിട്ട് വരുന്നത് 3 കാറ്റയോൺസിനാണ്. അലുമിനിയത്തിനും സിങ്കിനും മെഗ്നീഷ്യത്തിനും കൺഫർമഡ് ടെസ്റ്റ് ആഷ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ആഷ് ടെസ്റ്റ് ചെയ്യേണ്ട വിധം പറഞ്ഞു. സാൾട്ട് ഇട്ടു, കൂടെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ഒഴിച്ചു, കൂടെ കൊബാൾട്ട് നൈട്രേറ്റ് ഒഴിച്ചു. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം, നമുക്ക് അവിടെ ബുൻസൺ ബർണർ ഉണ്ട്. ആ ബുൻസൺ ബർണറിൽ വെച്ച് നല്ലവണ്ണം തിളപ്പിക്കുക. ഓക്കെ, നല്ലവണ്ണം തിളപ്പിക്കുന്നു. തിളപ്പിച്ചതിന് ശേഷം ഒരു ഫിൽറ്റർ പേപ്പർ, നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം ഒരു ഫിൽറ്റർ പേപ്പർ, ലിറ്റ്മസ് പേപ്പർ അല്ല, ഫിൽറ്റർ പേപ്പർ അവിടെ മുറിച്ചിട്ടിരിക്കും. ആ ഫിൽറ്റർ പേപ്പർ ഇങ്ങോട്ട് മുക്കുക. മുക്കുമ്പോൾ അത് മുങ്ങൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലൊന്ന് ചരിച്ചു പിടിക്കണം. ചരിക്കുമ്പോൾ സൊല്യൂഷൻ ഇങ്ങോട്ട് കയറും, അത് മുങ്ങും. ഓക്കെ, അപ്പൊ അതുവരെ മനസ്സിലായി. ആഷ് ടെസ്റ്റ് ചെയ്യേണ്ട വിധം: സോൾട്ട് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആൻഡ് കൊബാൾട്ട് നൈട്രേറ്റ്, ബോയിൽഡ് വെൽ, എ ഫിൽറ്റർ പേപ്പർ സോക്ക്ഡ്, നനച്ചെടുത്തു. ഇനി ഇത് വേണ്ട, ഇത് മാത്രം മതി. നനച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്നുകൂടെ കരിച്ചെടുക്കുക. കാരണം ആഷ് എന്ന് വെച്ചാൽ ചാരമാണ്. ഒന്നുകൂടെ കരിച്ചെടുക്കുന്നു. കരിച്ചതിന് ശേഷം കരിച്ച ആ കരി നമ്മൾ കയ്യിലെല്ലാം തട്ടി നോക്കുക. നോക്കുന്ന സമയത്ത്, അതായത് ആഷിന്റെ കളർ, കരിച്ചതിന് ശേഷം കിട്ടുന്ന ആഷിന്റെ കളറാണ് നോക്കേണ്ടത്. അങ്ങനെ ആഷിന്റെ കളർ ബ്ലൂ ആണെങ്കിൽ നമുക്ക് അലുമിനിയം ആണെന്ന് പറയാം. അതേസമയം ഗ്രീൻ ആണെങ്കിൽ അത് സിങ്ക് ആണെന്ന് പറയാം. അതേസമയം പിങ്ക് ആഷ് ആണ് കിട്ടുന്നതെങ്കിൽ മെഗ്നീഷ്യം ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ 3 പേർക്കും ഒരേ കൺഫർമഡ് ടെസ്റ്റ് ആണ്. 3-ൽ ഏതെങ്കിലും ഒന്നേ പരീക്ഷയ്ക്ക് തരുള്ളൂ. അപ്പൊ പഠിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. കൺഫർമഡ് ടെസ്റ്റ്, ആഷ് ടെസ്റ്റ് 3 പേരുടെ കോമൺ ആയിട്ട് കാണുന്ന കൺഫർമേറ്റീവ് ടെസ്റ്റുകളാണ്. ഓക്കെ, ആഷ് ടെസ്റ്റ് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ അത് പറയാം. സോൾട്ട് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കൊബാൾട്ട് നൈട്രേറ്റ്, boiled well, a filter paper soaked and burned to ashes. Then ashന്റെ കളർ നോക്കുന്ന സമയത്ത് അവിടെ ഗ്രീൻ ആഷ് ആണെങ്കിൽ സിങ്ക് ആണ്. അതേസമയം ബ്ലൂ ആഷ് ആണെങ്കിൽ അത് പിന്നെ അലുമിനിയം ആണ്. അതേസമയം പിങ്ക് ആഷ് ആണെങ്കിൽ മെഗ്നീഷ്യം ആണ്. സോ അലുമിനിയത്തിന്റെ കൺഫർമഡ് ടെസ്റ്റുകൾ 1, 2. കൺഫർമഡ് ടെസ്റ്റ് ആഷ് ടെസ്റ്റ് ആണ്. അവിടുത്തെ ഒബ്സർവേഷൻ ബ്ലൂ ആഷ് ആണ് എങ്കിൽ നമുക്ക് പറയാം അലുമിനിയം കൺഫേംഡ് ആണെന്ന് പറയാം.
സിങ്കിന്റെ കൺഫർമഡ് ടെസ്റ്റും ആഷ് ടെസ്റ്റ് തന്നെയാണ്. അവിടെ ഗ്രീൻ ആഷ് ആണ്. അതേസമയം മഗ്നീഷ്യത്തിന്റെ കൺഫർമഡ് ടെസ്റ്റും ആഷ് ടെസ്റ്റ് തന്നെയാണ് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ആഷ് ടെസ്റ്റിന് മാത്രം എഴുതിയാൽ പോരാ, ആഷ് ടെസ്റ്റ് എന്താണെന്ന് അവിടെ കൃത്യമായി എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോൾട്ട് മിക്സ്ഡ് വിത്ത് concentrated nitric acid and a cobalt nitrate solution, then boiled well, filter paper, soaked, നനച്ചു and burnt to ashes. അത്രയും കാര്യങ്ങൾ അവിടെ എഴുതണം. അല്ലാതെ ആഷ് ടെസ്റ്റിന് മാത്രം എഴുതി നമുക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇനി മറ്റൊരു ടെസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ഫ്ലെയിം ടെസ്റ്റ് ആണ്. അപ്പോൾ ആഷ് എന്ന് വെച്ചാൽ ചാരമാണ്, ഫ്ലെയിം എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ജ്വാലയുടെ കളറാണ്. ബർണറിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ തീയുടെ അല്ലെങ്കിൽ ജ്വാലയുടെ കളറാണ്. ഓക്കെ, അപ്പൊ ഈ ഫ്ലെയിം ടെസ്റ്റ് കൺഫർമഡ് ടെസ്റ്റ് ആയിട്ട് വരുന്ന രണ്ടുപേരുണ്ട്. അത് ഫിഫ്ത് ഗ്രൂപ്പിൽ കാണുന്നവരാണ് രണ്ടുപേരും, ബേരിയവും കാൽസ്യവും. അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പണ്ടേ ഓർമ്മയുണ്ട്. കാരണം ഫിഫ്ത് ഗ്രൂപ്പിലെ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് ഗ്രൂപ്പുകാരാണ് ബേരിയവും കാൽസ്യവും. അപ്പൊ അവരുടെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഈസി ആയിട്ട് എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഫ്ലെയിം ടെസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ പരീക്ഷയ്ക്ക് വൈബ ചോദിക്കുന്ന സമയത്ത് അതിനാണ് ഈ കാര്യങ്ങളൂടെ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ബേരിയവും കാൽസ്യവും മാത്രം ഫ്ലെയിം ടെസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ വേറൊരു വാച്ച് ഗ്ലാസ് എടുക്കുക. തൽക്കാലം ഇതിൽ കാണിക്കാം. വാച്ച് ഗ്ലാസ് എടുക്കുക, വേറൊരു വാച്ച് ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് അല്പം സോൾട്ട് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ആദ്യമായി നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റഡ് HCl എന്ന് പറയുന്നു. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഡൈലൂട്ട് HClന്റെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് കോൺസെൻട്രേറ്റഡ് HCl എന്ന് പറഞ്ഞു. ആ കോൺസെൻട്രേറ്റഡ് HCl അല്പം ഇതിനകത്ത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് റോഡ് എടുത്ത് ഇതിനെ നല്ലവണ്ണം പേസ്റ്റ് ആക്കുക. പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റ് എടുത്ത് ബർണറിൽ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇതല്ല കാണിക്കേണ്ടത്, ആ പേസ്റ്റ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. സോൾട്ട് മിക്സ്ഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് മെയ്ഡ് ഇൻ ടു എ പേസ്റ്റ്. ദെൻ ഈ പേസ്റ്റ് ഷോൺ ഇൻ ടു എ നോൺ ലൂമിനസ് ഫ്ലെയിം എന്ന് വെച്ചാൽ നമ്മൾ ബിൻസൺ ബർണറിൽ വരുന്ന ഫ്ലെയിമിന്റെ പ്രത്യേകത മഞ്ഞ കളറും അവിടെ നീല കളറും കാണും. അത് നീല കളർ ജ്വാലയാണ് നമ്മൾ സാധാരണ നോൺ ലൂമിനസ് ഫ്ലെയിം എന്ന് പറയുന്നത്. അങ്ങനെ കാണിക്കുന്ന സമയത്ത് അവിടെ ആപ്പിൾ ഗ്രീൻ ഫ്ലെയിം വന്നാൽ അത് ബേരിയമാണ്. അതേസമയം ബ്രിക്ക് എന്ന് വെച്ചാൽ ചുടുകട്ട, ബ്രിക്ക് റെഡ് കളർ വന്നാൽ അത് കാൽസ്യമാണ്. അപ്പൊ ചുടുകട്ടയുടെ ചുവന്ന നിറം പോലെയാണെങ്കിൽ അത് കാൽസ്യമാണെന്ന് ഓർത്തോണം. സോ പഠിക്കാൻ വളരെ ഈസിയാണ്, നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ബേരിയത്തിന്റെ കൺഫർമഡ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റ് ആണ്. അതേസമയം കാൽസ്യത്തിന്റെ കൺഫർമഡ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റ് ആണ്. ഓക്കെ, പരീക്ഷയ്ക്ക് അവിടെയും ഫ്ലെയിം ടെസ്റ്റിന് മാത്രം എഴുതിയാൽ പോരാ. സോൾട്ട് ഈസ് മെയ്ഡ് ഇൻ ടു എ പേസ്റ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ദി പേസ്റ്റ് ഈസ് ഷോൺ ഇൻ ടു എ നോൺ ലൂമിനസ് ഫ്ലെയിം എന്ന് പറഞ്ഞു വേണം ഫ്ലെയിം ടെസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓർത്ത് നോക്കാം. ആഷ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ആസിഡ് കോൺസെൻട്രേറ്റഡ് HNO3യും കൂടെ കൊബാൾട്ട് നൈട്രേറ്റ് എന്ന റിയേജന്റ്. കോൺസെൻട്രേറ്റഡ് HCl എന്നുള്ളത് ഒരേ ഒരു സ്ഥലത്തെ ഉപയോഗിക്കുന്നുള്ളൂ, അത് ഈ ഫ്ലെയിം ടെസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലായിടത്തും നേരത്തെ പറഞ്ഞിടത്തെല്ലാം ഡൈലൂട്ട് HCl. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈലൂട്ട് എന്നും കോൺസെൻട്രേറ്റഡ് എന്നും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു ചില കാര്യം, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രത്യേകത. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന റിയേജന്റ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റായോ കൺഫർമഡ് ടെസ്റ്റായോ വരുന്ന 3 കാറ്റഗറികളുണ്ട്. അതിലൊന്ന് അമോണിയമാണ്. അമോണിയം ആ സോൾട്ട് സൊല്യൂഷന്റെ കൂടെ NaOH ആഡ് ചെയ്ത് ബോയിൽ ചെയ്യുക. ആ സമയത്ത് സ്മെൽ ഓഫ് അമോണിയ, അമോണിയമല്ല അമോണിയ, NH3യുടെ സ്മെല്ല് വന്നാൽ നമുക്ക് പറയാം അവിടെ NH4 ഐഡന്റിഫൈ ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും പഠിക്കാനുണ്ട്, കൺഫർമഡ് ടെസ്റ്റുകളും പഠിക്കാനുണ്ട്. അതിൽ NaOH ഇവിടെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അമോണിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന അമോണിയം സൊല്യൂഷന്റെ കൂടെ NaOH ആഡ് ചെയ്യുക, ബോയിൽ ചെയ്യുക. അവിടെ കാണുന്ന ഒബ്സർവേഷൻ, അവിടെ സ്മെൽ ഓഫ് അമോണിയ വരുന്ന ഒരു ഗ്യാസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എങ്കിൽ നമുക്ക് പറയാം അവിടെ അമോണിയം ഐഡന്റിഫൈഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി വേറെ നമുക്ക് തേർഡ് ഗ്രൂപ്പ് അലുമിനിയത്തിൽ സാൾട്ട് സൊല്യൂഷന്റെ കൂടെ NaOH ആഡ് ചെയ്യുക.
അവിടെ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ നമുക്ക് തേർഡ് ഗ്രൂപ്പ് അലുമിനിയം ഐഡന്റിഫൈഡ് എന്ന് പറയാം. ഇത് ഐഡന്റിഫൈഡും ഇത് കൺഫേംഡും. സിങ്കിന്റെ കൺഫേംഡ് ടെസ്റ്റ് NaOH തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എങ്കിൽ അവിടെ സിങ്ക് ഐഡന്റിഫൈഡ് എന്ന് പറയാം. അപ്പൊ സിങ്കിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് NaOH ഉപയോഗിക്കാം, കൺഫേംഡ് ടെസ്റ്റ് ആയിട്ട് ആഷ് ടെസ്റ്റ് ഉപയോഗിക്കാം. അലുമിനിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ട് NaOH ഉപയോഗിക്കാം, അതിന്റെ കൺഫേംഡ് ടെസ്റ്റ് ആയിട്ട് ആഷ് ടെസ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ NaOH കോമൺ ആയിട്ട് 3 സ്ഥലത്ത് വരുന്നുണ്ട്. മൂന്ന് രീതിയിലാണ്, മൂന്ന് തരം ഒബ്സർവേഷൻ ആണ്. അമോണിയത്തിൽ ചെയ്യുന്ന സമയത്ത് NaOH ആഡ് ചെയ്ത് ബോയിൽ ചെയ്യുക, സ്മെൽ ഓഫ് അമോണിയ അവിടെ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ NaOH ഒഴിച്ചാൽ മാത്രം മതി, ബോയിൽ ചെയ്യേണ്ട. വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റും ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റും. ഓക്കെ, അപ്പൊ ഇനി കോമൺ ആയിട്ട് വരുന്നത് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും. ഡൈക്രോമേറ്റ് അല്ല. ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വരുന്ന 2 ആൾക്കാരുണ്ട്. അതിലൊന്ന് ബേരിയമാണ്. അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ ബേരിയം ഐഡന്റിഫൈഡ് എന്ന് പറയാം. വേറൊന്ന് ലെഡ് ആണ്. ലെഡിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും അത് തന്നെയാണ്. അസറ്റിക് ആസിഡ് പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ലെഡ് ഐഡന്റിഫൈഡ് എന്ന് പറയാം. ഓക്കെ, ശരി. അപ്പൊ ഇതുവരെ പറഞ്ഞത് കാറ്റയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും കൺഫേംഡ് ടെസ്റ്റുകളും പറഞ്ഞു. അമോണിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ലെഡിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. അലുമിനിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും പഠിച്ചു, കൺഫേംഡ് ടെസ്റ്റും പഠിച്ചു. സിങ്കിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും പഠിച്ചു, കൺഫർമേറ്റീവ് ടെസ്റ്റും പഠിച്ചു. ബേരിയത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും പഠിച്ചു, കൺഫർമേറ്റീവ് ടെസ്റ്റും പഠിച്ചു. അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ. ഇനി കാൽസ്യത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയില്ല, കൺഫർമേറ്റീവ് ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. മഗ്നീഷ്യത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആയിട്ടില്ല, അതിന്റെ കൺഫർമേറ്റീവ് ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി വളരെ കുറച്ച് അവിടെ ഫില്ല് ചെയ്യാനുള്ളൂ. നമുക്ക് ഇനി അടുത്ത കാൽസ്യത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എങ്ങനെയെന്ന് ചോദിക്കാം. അപ്പൊ അതിനുവേണ്ടി സാൾട്ട് സൊല്യൂഷന്റെ കൂടെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഓക്സലേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ നമുക്ക് കാൽസ്യം ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ കാൽസ്യത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുമായി കൺഫർമേറ്റീവ് ടെസ്റ്റുമായി. ഇനി മഗ്നീഷ്യത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷന്റെ കൂടെ മാഗ്നസൺ റിയേജന്റ് ആഡ് ചെയ്യുക. ആ സമയത്ത് ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് വന്നാൽ മഗ്നീഷ്യം ഐഡന്റിഫൈഡ് ആണെന്ന് പറയാം. ഇനി അമോണിയത്തിന്റെ കൺഫർമേറ്റീവ് ടെസ്റ്റ് ആയിട്ട് പറയുന്ന ഒരെണ്ണം സാൾട്ട് സൊല്യൂഷന്റെ കൂടെ നെസ്ലേഴ്സ് റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ലെഡിന്റെ കൺഫർമേറ്റീവ് ടെസ്റ്റ് സാൾട്ട് സൊല്യൂഷന്റെ കൂടെ പൊട്ടാസ്യം അയോഡൈഡ് Ki ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. ഇനി ആ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്താൽ, തിളപ്പിച്ചതിന് ശേഷം കൂൾ ചെയ്താൽ അത് ഗോൾഡൻ സ്പാങ്കിൾസ്, അതായത് തിളക്കമുള്ള അതിനകത്ത് ഇങ്ങനെ തിളക്കം നമുക്ക് കാണാൻ കഴിയുമെന്ന് ഓർത്തുകൊള്ളാം. ഓക്കെ, ശരി. അപ്പൊ എങ്കിൽ നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. സീറോ ഗ്രൂപ്പ് അമോണിയം അതിന്റെ എക്സ്പെരിമെന്റ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് പറയേണ്ടത് സോൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് NaOH ആൻഡ് ബോയിൽഡ് വെൽ. ഒബ്സർവേഷൻ കോളത്തിനകത്ത് സ്മെൽ ഓഫ് അമോണിയം, എ ഗ്യാസ് വിത്ത് സ്മെൽ ഓഫ് അമോണിയം. ഇൻഫറൻസ് കോളത്തിനകത്ത് അമോണിയം ഐഡന്റിഫൈഡ്. അടുത്ത രണ്ടാമത്തെ ടെസ്റ്റ് സോൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് നെസ്ലേഴ്സ് റിയേജന്റ്. ഒബ്സർവേഷൻ കോളം ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ഇൻഫറൻസ് കോളം അമോണിയം കൺഫേംഡ്. ആദ്യം ഐഡന്റിഫൈഡ് ദെൻ കൺഫേംഡ്. ഇനി ലെഡിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് salt solution mixed with acetic acid and potassium chromate. Observation yellow precipitate. Inference column lead identified. രണ്ടാമത്തെ confirmed test salt solution mixed with potassium iodide. Observation column yellow precipitate. It reappears as golden spangles on cooling. Boil ചെയ്തതിനു ശേഷം കൂൾ ചെയ്ത golden spangles ആയിട്ട് തിരിച്ചു വരും. Inference column lead confirmed. Aluminium aluminumത്തിന്റെ identification test ആയിട്ട് salt solution mixed with NaOH. Observation column white gelatinous precipitate. Inference column aluminium identified. രണ്ട് ash test. എന്നിട്ട് ആ ടെസ്റ്റ് എന്താണെന്ന് ഇവിടെ എഴുതണം അല്ലെങ്കിൽ പറയണം. Then നമ്മുടെ ടെസ്റ്റ് എന്താണെന്ന് ഇവിടെ എഴുതണം. അതിനുശേഷം blue ash. Observation column blue ash.
aluminum confirmed. Zinc identification test, salt solution mixed with NaOH, white precipitate, zinc identified. And ash test എഴുതി അത് ash test എന്താണെന്ന് ഇവിടെ എഴുതണം. Then ഇവിടെ green ash aluminum confirmed. Then barium identification testing, confirmed testing. Salt solution mixed with acetic acid and potassium chromate, yellow precipitate, barium identified. രണ്ടാമത്തെ ഫ്ലെയിം ടെസ്റ്റ് എന്താണെന്ന് അവിടെ ഡീറ്റെയിൽ എഴുതാം. ഒബ്സർവേഷൻ കോളത്തിനകത്ത് ആപ്പിൾ ഗ്രീൻ ഫ്ലെയിം, ഇൻഫറൻസ് കോളം ബേരിയം കൺഫേംഡ്. കാൽസ്യം ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിംഗിന് സോൾട്ട് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ഓക്സലേറ്റ്. ഒബ്സർവേഷൻ കോളം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഇൻഫറൻസ് കോളത്തിനകത്ത് കാൽസ്യം ഐഡന്റിഫൈഡ്. രണ്ട് ഫ്ലെയിം ടെസ്റ്റ് എഴുതിയിട്ട് ആ ഫ്ലെയിം ടെസ്റ്റ് എന്താണെന്ന് അവിടെ എഴുതുക. ഒബ്സർവേഷൻ കോളത്തിനകത്ത് ബ്രിക്ക് റെഡ് ഫ്ലെയിം, ഇൻഫറൻസ് കോളം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കാൽസ്യം കൺഫേംഡ്. അപ്പോൾ ആദ്യം ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, then confirmatory. Then magnesium salt solution mixed with the Magnuson reagent. Observation column blue precipitate, inference column magnesium identified. Then രണ്ട് ash test ചെയ്തിട്ട് ash test എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതുക. ഒബ്സർവേഷൻ കോളം അവിടെ പിങ്ക് ആഷ്, ഇൻഫറൻസ് കോളം magnesium confirmed എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ പൂർത്തിയായി. പിന്നെ ആദ്യം ആനിയോണിന്റെ അനാലിസിസ് പറഞ്ഞു, സിസ്റ്റമാറ്റിക് അനാലിസിസ് പറഞ്ഞു. Then ആനിയോണിന്റെ കൺഫർമഡ് ടെസ്റ്റുകൾ മനസ്സിലാക്കി. Then കാറ്റയോൺസിന്റെ സിസ്റ്റമാറ്റിക് അനാലിസിസ് പഠിച്ചു. Then കാറ്റയോൺസിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും കൺഫർമഡ് ടെസ്റ്റുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ സ്റ്റെപ്പ് റിപ്പോർട്ട് മാത്രമാണ്. റിപ്പോർട്ട് എഴുതണം. ഇതെല്ലാം ചെയ്തതിനു ശേഷം ആനിയോണും കാറ്റയോണും കണ്ടുപിടിച്ചതിന് ശേഷം റിപ്പോർട്ട് എന്ന് എഴുതുക. റിപ്പോർട്ടിൽ നമുക്ക് 2 കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഒന്നാമത്തത് the given salt contains dash anion. അവിടെ നമ്മൾ കണ്ടുപിടിച്ച ആനിയോണിന്റെ പേര്, ഇപ്പോൾ കാർബണേറ്റ് ആണെങ്കിൽ അങ്ങനെ, അസറ്റേറ്റ് ആണെങ്കിൽ അങ്ങനെ. ആൻഡ് ഡാഷ് കാറ്റയോൺ, അമോണിയം ആണോ അലുമിനിയം ആണോ എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ റിപ്പോർട്ട് the name of salt is, അതായത് കാറ്റയോണിന്റെ ആനിയോണിന്റെ പേര് ചേർത്ത് ഒരു സാൾട്ടിന്റെ പേര് അവിടെ എഴുതുക. ഉദാഹരണം നിങ്ങൾ കണ്ടുപിടിച്ചത് ആനിയോൺ സൾഫേറ്റ് ആണ്, കാറ്റയോൺ അലുമിനിയം ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ട പേര് given salt is അലുമിനിയം സൾഫേറ്റ്. നിങ്ങൾ കണ്ടുപിടിച്ച പിന്നെ ആനിയോൺ അസറ്റേറ്റ് ആണ്, കാറ്റയോൺ ലെഡ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് the name of salt is lead acetate. ഓക്കെ, എന്നിട്ട് കഴിയുമെങ്കിൽ ആ ഫോമുല കൂടെ എഴുതുക. പേര് നിർബന്ധം എഴുതണം, കഴിയുമെങ്കിൽ ഫോമുലയും കൂടെ അവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ തൽക്കാലം പിന്നെ സോൾട്ട് അനാലിസിസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം പഠിച്ചാലേ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പരീക്ഷയ്ക്ക് അനാലിസിസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം.